ഈ വീഡിയോയിൽ യൂറോപ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, അവരാണ് ഇപ്പം ശരിക്കും ഒരു ഉക്രൈൻ യുദ്ധം നയിക്കുന്നതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം അമേരിക്കയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അമേരിക്കൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അമേരിക്കയുടെ ട്രംപിൻ്റെ ഈ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇതിനെ ഡീപ് സ്റ്റേറ്റ് ത്രൂ കൺട്രോൾ ചെയ്ത് ഈ യുദ്ധം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് യൂറോപ്യൻ യൂണിയനിലൂടെ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 800 ബില്യൺ യൂറോ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫണ്ട് ഉക്രൈന് വേണ്ടിയിട്ട്. നമ്മൾ റഷ്യയെ ചെറുത്ത് നിൽക്കാൻ യൂറോപ്പിനെ റീ ആം ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ആയുധങ്ങൾ എല്ലാം പുനർനിർമ്മിക്കണം, എല്ലാം പുതിയ പുതിയ ആയുധങ്ങൾ മേടിക്കണം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ട് ഈ ഒരു 800 ബില്യൺ യൂറോയാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫണ്ട് എവിടെ നിന്ന് വരും, ഇതിന്റെ സോഴ്സ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ബഡ്ജറ്റ് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു സൈഡിലിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്ന രണ്ട് സുപ്രധാന രാജ്യങ്ങൾ, പണ്ടത്തെ ഏറ്റവും കോളനി ആധിക്യം ആ ഒരു മനോഭാവം നിറഞ്ഞു നിൽക്കുന്ന ഫ്രാൻസും UK-യുമാണ്. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് അവരുടെ അടുത്ത് വേണം നമ്മൾ ദക്ഷിണ വെച്ച് പഠിക്കാൻ. അതുപോലെ തന്നെ ഫ്രഞ്ച് കോളനികൾ ഇല്ലാത്ത സ്ഥലങ്ങൾ ഒരു സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കം. ഇപ്പോഴും ഫ്രഞ്ച് കോളനികൾ തന്നെയാണ് ആഫ്രിക്കയിലെ പല ബുർക്കിനോ ഫാസോ, നൈജർ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇവരുടെ കോളനികളാണ്. അവിടെയൊക്കെ ഇവർ എയിം ചെയ്യുന്നതും ഇതേപോലെ റെയർ എർത്ത് മിനറലാണ്. സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെ ഫ്രാൻസ് എയിം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റെയർ എർത്ത് മിനറൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊരു സൈഡിൽ നിൽക്കട്ടെ. ഡീപ് സ്റ്റേറ്റിന്റെ ഒരു വലിയ കോർപ്പറേറ്റ് ശൃംഖലയായിട്ടുള്ള ബ്ലാക്ക് റോക്ക് സംഘടന. ബ്ലാക്ക് റോക്കിനെ കുറിച്ച് എന്താണെന്ന് അറിയാത്തവർക്ക് ബ്ലാക്ക് റോക്കിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബ്ലാക്ക് റോക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ വീഡിയോസിൽ സെർച്ച് ലിസ്റ്റിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പേസ്റ്റ് ചെയ്യാം. ബ്ലാക്ക് റോക്ക് സംഘടനയ്ക്ക് യുക്രൈന്റെ ഉള്ളിൽ നിർണായകമായിട്ടുള്ള ചില ലാൻഡുകൾ, അഗ്രികൾച്ചർ ലാൻഡുകൾ ഓൺ ചെയ്യുന്നുണ്ട്. ഇവർ പണ്ട് ഉക്രൈനിൽ ലോൺ കൊടുത്ത വകയിലും പ്രൈവറ്റ് ആയിട്ട് ലോണൊക്കെ കൊടുത്തിട്ട് ഇവർ ഉക്രൈൻ്റെ ലാൻഡൊക്കെ ഇവർ എഴുതി എഗ്രിമെന്റ് വെച്ച്, ലീസ് എഗ്രിമെന്റ് വെച്ച് അവർ നടപ്പിലാക്കുന്നുണ്ട്. ഈ ലാൻഡുകളെല്ലാം തന്നെയും ഈ ഒരു മൈനിങ്ങിന് പ്രാപ്തമായ സ്ഥലങ്ങൾ തന്നെയാണ്. അവിടെയും മൈനിങ് നടത്താൻ പറ്റും. അപ്പൊ ആ രീതിയിൽ അമേരിക്കയുടെ ഉള്ളിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നത്. ഇനിയിപ്പം യൂറോപ്യൻ യൂണിയൻ ഗിവ് അപ്പ് കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? ശരിക്കും യൂറോപ്യൻ യൂണിയൻ എന്താണ് ചെയ്യേണ്ടിരുന്നത്? യൂറോപ്യൻ യൂണിയൻ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, യൂറോപ്പ് ഇസ് നോട്ട് നാറ്റോ, നാറ്റോ ഇസ് നോട്ട് യൂറോപ്പ്. നാറ്റോ യൂറോപ്യൻ യൂണിയൻ അല്ല, യൂറോപ്യൻ യൂണിയൻ നാറ്റോ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവർക്ക് ഈ രണ്ട് കൂട്ടർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഇല്ലാതെ പോകുന്നതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഒരുമിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയാണ്. പക്ഷേ നാറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്ക അതിൽ നിന്നും പിൻവലിയുന്നുണ്ടെങ്കിൽ പിന്നെ നാറ്റോക്ക് യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നാറ്റോയും യൂറോപ്പും എന്നുള്ള നിലയിൽ ഒരു കോൺസെപ്റ്റിൽ ഇവർ കൊണ്ടുവരാതെ ഇവർ ശരിക്കും യൂറോപ്യൻ യൂണിയൻ മാത്രമായിട്ട് നിലനിൽക്കുകയും ഇവരെന്താണ് ചെയ്യേണ്ടത്, ഇവരുടെ റെപ്രസെന്റേറ്റീവിനെ മോസ്കോയിലേക്ക് അയച്ച് കൗണ്ടർ പാർട്ട് ചർച്ച ചെയ്ത് മോസ്കോയിൽ നിന്ന് റഷ്യയുടെ റെപ്രസെന്റേറ്റീവിനെ യൂറോപ്യൻ യൂണിയനിലേക്ക് വിളിച്ചു വരുത്തി നെഗോസിയേഷൻ ടേബിളിൽ കൊണ്ട് ഇരുത്തേണ്ടതാണ് ഇവരുടെ ചുമതല. പക്ഷെ ഇപ്പൊ ഇവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഓക്കെ, പുതിയ പ്രസിഡന്റ് വന്നു, റഷ്യയെ സപ്പോർട്ട് ചെയ്തു, യുദ്ധം നിർത്താനുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു. അപ്പൊ ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവർ ആ യുദ്ധം നിർത്താനുള്ള മാർഗങ്ങളും ആ യുദ്ധം നിർത്തിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആയുധങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തിപ്പെടുത്തണോ, നിങ്ങളുടെ മിലിറ്ററി നിങ്ങൾക്ക് ശക്തിപ്പെടുത്തണോ, എല്ലാം ചെയ്യാലോ. ഇതിപ്പോ ഉക്രൈന്റെ യുദ്ധം നിർത്താതെ തന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ നിർബന്ധം ആർക്കാണ്? ഇതിന് ഇരയാവുന്ന ആരാണ്? ഉക്രൈനാണ്. ഉക്രൈന്റെ സെലൻസ്കിക്ക് അത് കുറച്ച് വൈകിയെങ്കിലും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി സൗദി അറേബ്യക്ക് പോവാണ് കൗണ്ടർ പാർട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് റഷ്യയുമായിട്ട്. പക്ഷെ ഇവിടെ യൂറോപ്യൻ യൂണിയൻസ് അതിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നിലയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കീടമായിട്ട് വന്നിരിക്കുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. മാക്രോണിന് ന്യൂക്ലിയർ വെപ്പൺ കൊടുക്കാൻ താല്പര്യമില്ല. അതായത് ഉക്രൈനെ ഒരു ന്യൂക്ലിയർ ആംഡ് കൺട്രി ആയിട്ട് മാറ്റാൻ മാക്രോണിന് താല്പര്യമില്ല. പക്ഷെ മാക്രോണിന്റെ താല്പര്യം എന്താണ്? ഫ്രാൻസിൽ നിന്നും കുറച്ച് ഭടന്മാരെ അയക്കാമെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? പീസ് കീപ്പിംഗ് മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളും യൂറോപ്യൻ മേഖലയിൽ നിന്നും നാറ്റോയുടെ മേഖലയിൽ നിന്നൊക്കെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പീസ് കീപ്പിംഗ് മിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് UN-ന്റെ അപ്രൂവൽ മേടിച്ചിട്ട് അവിടെ ആൾക്കാരെ കൊണ്ട് നിർത്താമെന്ന്. എങ്ങനെയുണ്ട്? ഇതിൽ തന്നെയാണ് മാക്രോൺ ഉറച്ചു നിൽക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ ഉള്ളിലുള്ള റെയർ എർത്ത് മിനറൽസ് തന്നെയാണ് മാക്രോണിന്റെ നോട്ടം. അത് ഓപ്പൺ ആയിട്ട് വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. ട്രംപ് അത് എയിം ചെയ്യുന്നുണ്ടെങ്കിലും അത് പുറത്ത് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് മിനറൽ ഡീലാണ് വേണ്ട എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ഇതിനു വേണ്ടി ചൂണ്ടയിട്ടിരുന്ന വ്യക്തിയാണ് മാക്രോൺ. മാക്രോൺ ഇത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മാക്രോണിന് ആഫ്രിക്കൻ കൺട്രീസിന്റെ ഭാഗത്തു നിന്നെല്ലാം റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. ആഫ്രിക്കൻ ലീഡേഴ്സ് എല്ലാം തന്നെയും ഇപ്പൊ ഫ്രാൻസിനെ പുറത്താക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
അവരാരും തന്നെ നിങ്ങൾ ഞങ്ങളുടെ ലാൻഡിൽ ഇനി മൈൻ ചെയ്യേണ്ട, അതിന്റെ നേതൃത്വം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളുടെ പട്ടാളത്തിന്റെ സേഫ്റ്റി നമുക്ക് വേണ്ട എന്നൊക്കെയാണ് ആഫ്രിക്കൻ റീജിയനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ബുർക്കിനോ ഫാസോ, നൈജർ, അതേപോലത്തെ രാജ്യങ്ങളൊക്കെ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇത് ഉക്രൈന്റെ മിനറൽ ഡീലിൽ നിന്നും ഫ്രാൻസ് പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആഫ്രിക്കൻ റീജിയനിൽ ഇവരുടെ നിയോ കോളനൈസേഷൻ പദ്ധതിയില്ലേ, ആ പദ്ധതിയിലൂടെ ഇവർ നടത്തുന്ന ചൂഷണമുണ്ട്. ഫ്രാൻസുമായിട്ട് ഒരു റയർ എർത്ത് എലമെന്റ് ഡീൽ വേണ്ടാന്ന് ഈ ആഫ്രിക്കൻ കൺട്രീസ് തീരുമാനിക്കും. ഇതൊക്കെ ഫ്രാൻസിന് തിരിച്ചടിയാവും മാക്രോണ്. അതിലുപരിയായിട്ട് യൂറോപ്പിന്റെ ഒരു സോവറനിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രാൻസ് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അഥവാ ഈ ഒരു ഉക്രൈനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രാൻസുകാരുടെ ആ ഒരു സോവറനിറ്റിയെ ഉണർത്തിയെടുത്തുകൊണ്ട് അടുത്ത ഇലക്ഷൻ കൂടെ എങ്ങനെയും ജയിച്ചു കളയാം എന്നുള്ള നിലയിലുള്ള ചില സാങ്കേതികമായിട്ടുള്ള ചിന്താഗതികളൊക്കെ മാക്രോണുണ്ട്. ഫ്രാൻസിന്റെ ഉള്ളിൽ ഉക്രൈന് ഫണ്ട് ചെയ്യുന്നതിനെതിരെ അവിടെ റാലി, പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. പബ്ലിക്കിന് താല്പര്യമില്ല ഈ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കുചേർന്ന് റഷ്യ എതിർത്തോണ്ട് ഇങ്ങനെ റഷ്യ എതിർക്കുക എന്നുള്ളതിലുപരിയായിട്ട് റഷ്യ എതിർക്കുന്നു എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. ഉക്രൈൻ യുദ്ധത്തിൽ പങ്കുചേരുകയും ഉക്രൈന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നതും യൂറോപ്യൻ യൂണിയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാക്രോൺ ഇറങ്ങിത്തിരിച്ച് നിൽക്കുന്നതൊന്നും ഫ്രാൻസിലെ ജനങ്ങൾക്ക് അത്ര താല്പര്യമുള്ള പരിപാടിയല്ല. ഇത് ഫ്രാൻസിന്റെ വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾ പരതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവിടെ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ മാക്രോൺ ക്ഷീണം ചെയ്യും. മാക്രോൺ വളരെ അടുത്ത് തന്നെ ഇലക്ഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ മാക്രോൺ ചെയ്തു കൂട്ടുന്നുണ്ട്. ഇതൊക്കെ ഏത് രീതിയിൽ റിഫ്ലക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിനൊന്നും അത്ര എളുപ്പത്തിലൊന്നും റഷ്യയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഈ ഒരു മാൻ പവർ ഒക്കെ കാണിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇനി എത്ര ആൾക്കാരെ നിങ്ങൾ ഹയർ ചെയ്യും? കാരണം 60% യൂറോപ്യൻസിനും യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. കാരണം ആ രാജ്യങ്ങളൊക്കെ യുദ്ധം ഫേസ് ചെയ്തിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഫ്രാൻസ് 1918 ശേഷം ഒരു യുദ്ധത്തിൽ പോലും പങ്കെടുത്ത് വിജയിച്ചതായിട്ടുള്ള ചരിത്രമില്ല ഇൻഡിപെൻഡന്റ്ലി, അതായത് ഫ്രാൻസ് എലോൺ. അപ്പൊ ആ രീതിയിൽ ഇരിക്കുന്ന ഒരു ഫ്രാൻസ് എങ്ങനെയാണ് യുദ്ധം ചെയ്ത് പിന്നെ റഷ്യയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ യൂറോപ്യൻ യൂണിയനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത്? ആദ്യം നല്ലൊരു മിലിറ്ററി വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാള് ശീലിച്ചുള്ള പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ്ഡ് ആർമി അവരുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. രണ്ടാമത് നല്ലൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണം. ഇതെല്ലാം തന്നെ ഒരേ സോവറൻ ലാൻഡിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഈ ആർമിക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ നാറ്റോയാണ് അല്ലെങ്കിൽ യു എൻ പീസ് കീപ്പിംഗ് മിഷൻ ഉണ്ട്, അതൊരു സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ആർമിയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, പറ്റത്തില്ല. കാരണം അവർ പലരും കൂടെ ചേർന്ന് പല രാജ്യത്തുള്ള ആൾക്കാർ കൂടി ചേർന്ന് വരുന്ന ഒരു പീസ് കീപ്പിംഗ് മിഷനാണ്. അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള ഒരു ഇന്റൻസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഒറ്റ രാജ്യം, ഇപ്പൊ ഇന്ത്യയെ പോലെ ഒരു രാജ്യം, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ സോവറിനിറ്റി, ആ ഒരു പാട്രിയോട്ടിസം അത് നിൽക്കും. പക്ഷെ അതേപോലെ അല്ല യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ, നാറ്റോ എന്നൊക്കെ പറയുമ്പോൾ അത് ആദ്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവരുടെ പരാജയം തന്നെ ഇതാണ്. ഇവരുടെ പരാജയം തന്നെ ഇത് തന്നെയാണ്. പാട്രിയോട്ടിസം ഇല്ലാതെ ഒരു ആർമിയെ ഇങ്ങനെ വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അവർ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പോയിട്ട് അവർക്ക് ഉള്ളിൽ നിന്ന് വരത്തില്ല ഒരു നാഷണാലിറ്റി. രാജ്യം, എന്റെ രാജ്യം എന്ന് പറഞ്ഞ ആ ഒരു വികാരം ഉള്ളിൽ നിന്ന് വരില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ ഇവരുടെ പരാജയങ്ങളാണ്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും വളരെ പുവർ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ്ങുമാണ് ഇവർ എല്ലാ കാലത്തും കണ്ടക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ആർമിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആർമി എന്ന് പറഞ്ഞാലേ അഫ്ഗാനിസ്ഥാനിലും ആർമി ഉണ്ടായിരുന്നു. താലിബാൻ കയറിയപ്പോഴത്തേക്കും ആർമി അവിടെ പോയി, ഏത് മൂലയിൽ കൂടെ പോയെന്നേ നമുക്കറിയത്തില്ല. അപ്പൊ ഇതേ ഉള്ളൂ ആർമിയുടെ ഒരു ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ആർമിയുടെ ഇന്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർമിക്ക് ഇന്റഗ്രിറ്റി, ഇപ്പൊ സിറിയയിൽ അസാദിന്റെ റെജീമിൽ ഉണ്ടായിരുന്ന ആർമീസ്, അവർക്ക് എന്ത് ഇന്റഗ്രിറ്റി ആണ് ഉണ്ടായിരുന്നത്? അവര് മറ്റേ HTS കയറിയപ്പോഴത്തേക്കും അവര് ഏത് ഭാഗത്തൂടെ ഓടിപ്പോയി തന്നെ ഒരു പിടുത്തമില്ല എന്നുള്ളതാണ് അല്ലെ, ആ രീതിയിലാണ്. അപ്പൊ ഇതുപോലത്തെ ആർമികളും ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം യൂറോപ്പ് മുന്നോട്ട് പോകാൻ. ഇതൊക്കെ യൂറോപ്പിന്റെ മുന്നിൽ കിടക്കുന്ന എക്സാമ്പിൾസ് ആണ്. പക്ഷെ എന്നിരുന്നാലും അവർ പഠിക്കില്ല എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, യൂറോപ്പിലുള്ള ഒരു രാജ്യത്തിന്റെ മേളിലും യുദ്ധമില്ല, ഉക്രൈനിൽ മാത്രമേ യുദ്ധം നടക്കുന്നുള്ളൂ. എന്നാൽ ഉക്രൈൻ യൂറോപ്പിന്റെയോ നാറ്റോയുടെ ഭാഗമല്ല താനും. പക്ഷെ ആ ഉക്രൈനെ ചൊല്ലിയിട്ടാണ് ഇപ്പൊ ഈ ബാക്കി കിടക്കുന്ന രാജ്യങ്ങൾ മൊത്തം ഇളകിയിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്താണ് വേണ്ടത്? യൂറോപ്യൻ യൂണിയനിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ മേളിൽ ആക്രമിച്ചിരുന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ത്രെട്ട് വരും, അതിന് നിങ്ങൾക്ക് ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്താം. അതിനും ഉക്രൈന്റെ വാർ നിൽക്കുന്നത് തമ്മിൽ എന്താണ് ബന്ധം? ഈ വീരവാദം അടിക്കുന്ന ഫ്രാൻസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം. മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 1,20,000 ഭടന്മാരെ ഞാൻ വിട്ടുതരാം, ഇവിടെ പീസ് കീപ്പിംഗ് മിഷനിലേക്ക് വിട്ടുതരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1,20,000 മാക്രോണിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഇനിയിപ്പോ ഈ ഒരു ഫ്രാൻസിന്റെ ഒരു അവസ്ഥയൊന്ന് നോക്കും. ഫ്രാൻസിൽ ആകെ ഉള്ളത് 2,70,000 സോൾജേഴ്സ് ആണ് ഈ ഫ്രാൻസിലുള്ളത്. അത് ആദ്യം മനസ്സിലാക്കണം. അതിലുപരിയായിട്ട് ഒരു 10,000 പേര് ഫോറിനേഴ്സ് ആണ്. ഫോറിനേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കൊളോണിയൽ രാജ്യങ്ങളുണ്ടല്ലോ, ഇവരുടെ നിയോ കോളനിസത്തിൽ ഉള്ള രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്. നിങ്ങൾ ഫ്രാൻസിന്റെ ഫുട്ബോൾ ടീമൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു ആഫ്രിക്കൻ റീജിയനിലുള്ള ആൾക്കാരൊക്കെയാണ് അതിനകത്ത് കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം ഇവന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവന്മാർക്ക് അതൊന്നും ചെയ്യാൻ വയ്യ, ഇവന്മാർക്ക് വാടകയ്ക്ക് ആളിനെ മേടിച്ച് കളിപ്പിച്ച് അവരൊരു നേട്ടം കൊയ്യുക എന്നുള്ളതാണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ള പ്രവൃത്തിയാണ് ഇവന്മാരുടെ. ഇതാണ് ഈ കൊളോണിയൽ മൈൻഡ് എന്ന് പറയുന്നത്. ഈ കൊളോണിയൽ മൈൻഡാണ്. അവര് ഡയറക്റ്റായിട്ട് ഇറങ്ങി ഒന്നും ചെയ്യത്തില്ല, അതാണ് സംഭവം. 10,000-ലധികം മിലിറ്ററി ഭടന്മാര്
ഇതുപോലെ ഈ ആഫ്രിക്കൻ റീജിയനിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരൊക്കെയാണ് ഇവർ നാഷണാലിറ്റി കൊടുത്ത് മിലിറ്ററിയിൽ കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരാണ് ഫ്രാൻസിലുള്ളത്. ഇവരുടെ ഒരു വെപ്പൺ കേപ്പബിലിറ്റി, ഒരു സ്കില്ല് നമുക്ക് നോക്കാം. ഏതാണ്ട് 220ഓളം ടാങ്കാണ് ഇവരുടെ അടുത്ത് മൊത്തത്തിലുള്ളത്. അതിലുപരിയായിട്ട് ഒരു 70 മുതൽ 80 ഹോവിറ്റ്സേഴ്സ് ഉണ്ട്. പിന്നെ ഒരു 100+ TRF ടൂട്ട് ഗൺസ് എന്ന് പറയും. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ടൂട്ട് ഗൺസ് ഒരു 100+ ഉണ്ട്. പിന്നെ ഒരു 400 to 500 120mm മോട്ടോർ ത്രോട്ട് ഉണ്ട്. ഈ ഇത്രയും സാധനങ്ങളാണ് ഈ ഫ്രാൻസിന്റെ അടുത്തുള്ളത്. ഫ്രാൻസ് കൂടുതൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു റഫായൽ എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ ജെറ്റാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അത് മാത്രം പോരല്ലോ, ഇതും വെച്ചുകൊണ്ടാണ് റഷ്യയെ നേരിടാൻ യൂറോപ്യൻ യൂണിയന് മൊത്തം പ്രൊട്ടക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് മാക്രോൺ വലിയ വായിൽ തള്ളിക്കൊണ്ട് നടക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിൻലാൻഡും സ്വീഡനും കൂടെ ചേർന്നിട്ട് ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഈ കടലിന്റെ അടിയിൽ കൂടെ ഈ ബാൾട്ടിക് റീജിയനിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന കേബിളിംഗ് ഉണ്ടായിരുന്നു, കേബിളിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ ചില പൈപ്പ് ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇടയ്ക്ക് മുറിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പരാതികളുമായിട്ടൊക്കെ റഷ്യക്കെതിരെ ഈ യൂറോപ്യൻ യൂണിയൻസ് ടോട്ടലി തന്നെ അലിഗേഷൻസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് റഷ്യ ആണോ മുറിച്ചത്, ഉക്രൈൻ ആണോ മുറിച്ചത് എന്നുള്ള യാതൊരുവിധ വ്യക്തതയും നമുക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അലിഗേഷൻ വന്നത് റഷ്യക്കെതിരെയാണ്. അപ്പൊ റഷ്യയും കൂടെ ഇൻവോൾവ് ആയിക്കൊണ്ട് ആ അന്വേഷണത്തെ നേരിടാം എന്നുള്ള രീതിയിൽ തന്നെ റഷ്യ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു ഫിൻലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വേണ്ട, യൂറോപ്യൻ യൂണിയൻ സ്ട്രോങ് ആയിട്ട് റഷ്യയെ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഫിൻലാൻഡാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം ഫിൻലാൻഡിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഓഷനിലാണ് ഈ ഒരു കേബിൾ കട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഫിൻലാൻഡൊക്കെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നാറ്റോയിൽ ജോയിൻ ചെയ്ത രാജ്യമാണ്. ഫിൻലാൻഡിന്റെ നിലപാടൊക്കെ വളരെ വ്യക്തമാണ്. പണ്ട് തൊട്ടേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു തീരുമാനങ്ങൾ എടുക്കത്തില്ല. അവരൊക്കെ പണ്ട് തൊട്ടേ അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള നിലപാടൊക്കെ ഉള്ള രാജ്യമാണ് ഫിൻലാൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യയെ ബ്ലെയിം ചെയ്യാൻ രീതിയിലുള്ള യാതൊരുവിധ കാരണങ്ങൾ അതിനകത്ത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ കേബിൾ മുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ പർപ്പസ്ഫുള്ളി ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ ഇതിൽ നിരപരാധിയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ് ഈ കേബിൾ മുറിച്ച കേസിൽ. അപ്പൊ ഇതൊക്കെ റഷ്യയുടെ മേലുള്ള യുദ്ധം കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് കണ്ടെത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആരാണ് കണ്ടെത്തുന്നത്? യൂറോപ്യൻ യൂണിയൻസ് അഥവാ അമേരിക്ക ഭരിച്ചിരുന്ന ഡീപ് സ്റ്റേറ്റ്, ഇവരെയൊക്കെ പിന്താങ്ങിയിരുന്ന ആൾക്കാരാണ് ഇതൊക്കെ വരുത്തി വെച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതേ അഭിപ്രായം തന്നെയാണ് അതേ യൂറോപ്യൻ മേഖലയിലുള്ള ഹംഗേരി എന്ന് പറഞ്ഞ രാജ്യത്തിനുള്ളത് കേട്ടോ. പിന്നെ സിറിയയിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഇത് വേറൊരു വീഡിയോയിലേക്ക് ഞാൻ മാറ്റി വെച്ചതാണ്. പക്ഷെ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിലേ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് സിറിയക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള തീവ്രവാദം. അതായത് ഓക്കെ, അസാദ് റെജീം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നു, ശരിയാണ്. അയാള് അവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് ഓടിപ്പോയി. പിന്നെ അവിടുത്തെ ജനങ്ങളെ നിങ്ങൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യണ്ടല്ലോ. ജനങ്ങളും ലീഡറും ഒന്നല്ലല്ലോ. അസാദ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ രാജ്യത്ത് ജീവിച്ചിരുന്ന ആൾക്കാരും ഇതേപോലത്തെ സിറ്റിസൺസ് തന്നെയാണ്. ആ ഒരു കൺസിഡറേഷൻ കൊടുക്കാതെ ഈ അലാവിറ്റ് എന്ന് പറഞ്ഞ ഗോത്രം തന്നെയാണ് ഈ ഒരു അസാദിന്റെ ഗോത്രം. ഫോർ എക്സാമ്പിൾ, ഇസ്രായേൽ ഇപ്പം ഇസ്മായിൽ ഹാനിയെ വധിച്ചു. അതുപോലെ തന്നെ ഈ നസറുള്ളയെ വധിച്ചു. നസറുള്ളയ്ക്ക് ഫാമിലി ഇല്ലേ? ഇസ്മായിൽ ഹാനിയയ്ക്ക് ഫാമിലി ഇല്ലേ? ഈ ഫാമിലിയൊക്കെ ഇപ്പൊ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അൺലെസ് അവരെ ഇസ്രായേലിന് ഏതെങ്കിലും രീതിയിൽ ത്രെട്ടായിട്ട് മാറുന്ന മൊമെന്റിലാണ് ആക്രമണം നടത്തുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഇപ്പൊ ഈ അലാവിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഗോത്രക്കാരെ ഇവർ ശരിയാണോ തെറ്റാണെന്നുള്ള ഒരു വാദത്തിലല്ല ഞാൻ പറയുന്നത്. മാനുഷിക പരിഗണന പോലും ഇല്ലാണ്ട് അവരുടെ വീട്ടിൽ കയറി അവരെല്ലാം പുറത്തിറക്കി വലിച്ചഴച്ച് റോട്ടിലൂടെ ഏതാണ്ട് കഴിഞ്ഞ 48 മണിക്കൂർ കൊണ്ട് 700-ലധികം ആൾക്കാരെ പിന്നെ വെടിവെച്ച് കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അവരെ വെറുതെ അല്ല കേട്ടോ, അവരെ ഡോഗിനെ പോലെ, അതായത് ഒരു നായെ പോലെ ഡോഗിനെ പോലെ വാക്ക് ചെയ്യാനും അതുപോലെ ഡോഗിനെ പോലെ തന്നെ ബാർഗ് ചെയ്യാനും ചെയ്തുകൊണ്ട് ആ ഒരു ക്രൂരതയാണ് നടപ്പിലാക്കുന്നത്. ഇവര് ഈ ഒരു HTSന്റെ ഈ ഒരു സംഘടനയിലുള്ള ആൾക്കാർ റോഡിന് സൈഡിൽ ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പൊ ഇവരിങ്ങനെ ഡോഗിനെ പോലെ ഇവരുടെ കാലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാണ്, ഇങ്ങനെ ചാടി അങ്ങനെ പോകുന്നവരെ ഇവർ ഓരോരുത്തരായിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. ഇതാണ് സിറിയയിലെ അവസ്ഥ. ഇത് പൈശാചികമാണെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് പ്രവർത്തനം നടക്കുന്നത്. പറഞ്ഞാൽ ഇത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ പോരാ, അതിനും എന്തൊക്കെ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് വേണം ഇതിനകത്ത് കൂട്ടിച്ചേർക്കാൻ. ഇതേ അസാദിന്റെ റെജീമിനെ എതിർത്ത് ഞാൻ എന്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മാനുഷിക പരിഗണന കറന്റ്ലി എന്താണ് നടക്കുന്നത്? ഇത് വളരെ ഡീപ്പ് റൂട്ടഡ് ഇഷ്യൂസ് സിറിയയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡ്രൂസ് കമ്മ്യൂണിറ്റിയും അടുത്ത ടാർഗറ്റഡ് ആണ്. ഡ്രൂസ് കമ്മ്യൂണിറ്റിയും ഈ ഒരു HTSന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് വളരെ രൂക്ഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സിറിയയുടെ അവസ്ഥ. പരിതാപകരമാണ്, പറയാതിരിക്കാൻ വയ്യ. ഈ മാന്യന്മാരുടെ മുഖമൂടിയൊക്കെ അഴിഞ്ഞു വീഴുന്ന രീതിയിലാണ് സിറിയയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ദ്രൂസ്, ക്രിസ്ത്യൻസ്, അലാവിറ്റ്, അതുപോലെ തന്നെ വിഭാഗങ്ങളിലൊക്കെ പെടുന്ന വുമൺ ആൻഡ് ചിൽഡ്രൻ, ഇത്തരം കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് നിരുപാധികം അവിടെ കൊലപാതകത്തിന് ഇരയാകുന്നത്. ഇതിനെ വേൾഡ് കമ്മ്യൂണിറ്റിയോ യുണൈറ്റഡ് നേഷൻസോ ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല. ഇത് ഗ്ലോബൽ മീഡിയ തന്നെ ഇത് കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു
കോൺടാക്റ്റിൽ അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ആ പരിസരത്തുള്ള ആൾക്കാർ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ പുറത്തു വരുന്നത്. പിന്നെ ട്രംപ് കത്തെഴുതിയല്ലോ ഇറാനിലോട്ട്. ഇറാൻ കത്ത് കിട്ടിയ ഭാവം കാണിച്ചില്ല കേട്ടോ. ട്രംപ് എന്തിനാണ് വെറുതെ ഇമാതിരിയുള്ള പരിപാടികളൊക്കെ പോകുന്നത്? അത്യാവശ്യം അമേരിക്കയിൽ തന്നെ ശരിപ്പെടുത്താൻ കുറെ കാര്യങ്ങളുണ്ട്. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനെ കണ്ട് അതിന്റെ റൂട്ട് കോസ് പോയി കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ പകുതി മുക്കാൽ ഗ്ലോബൽ പ്രശ്നം തീരും എന്നാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം ഇത് ഇറാന് കത്തയക്കുക. ഇറാൻ ഇപ്പൊ ആ കത്ത് ഏതോ ചവറ്റുകൊട്ടയിലിട്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലുള്ള ഹൈ പ്രഷർ പോളിസി അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു അവസ്ഥയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് US നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ. അപ്പൊ ഇനിയിപ്പം നിങ്ങളുടെ പ്രഷർ പോളിസി എന്തായി? ഇനിയിപ്പോ ഉടനെ നിങ്ങൾ പറഞ്ഞ പോലെ മിലിറ്ററി ആക്ഷൻ എടുക്കോ? എന്നാ പിന്നെ എടുക്കൂ, അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കും പഴയ ചാക്കും പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിനെതിരെ വരുന്ന ഹമാസിനെയും ഇതേപോലെ പല സാഹചര്യങ്ങളിൽ ട്രംപ് ഇതേപോലെ ത്രെട്ട് കൊടുത്തിട്ട് അവസാനം ഒരു ആക്ഷനും എടുക്കാൻ വിടാത്ത രീതിയിൽ പ്രഷർ അപ്ലൈ ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ട്രംപ് വെറുതെ വാചകം അടിച്ചാൽ പോരാ, കാര്യം ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ പറയരുത്. ട്രംപ് പൊസിഷനിൽ വരുന്നതിന് മുമ്പ് സീസ് ഫയർ ഉറപ്പാക്കി കൊടുത്തത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ദയാണ്. അല്ലാതെ നെതന്യാഹു സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സീസ് ഫയർ ഉറപ്പായിട്ട് വരത്തില്ലായിരുന്നു. ആ ഒരു നെതന്യാഹുവിന്റെയും ട്രംപിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മാത്രമാണ് നെതന്യാഹു അത് ഓക്കെ ആക്കി കൊടുത്തത്. ഇപ്പോഴും നെതന്യാഹു ഗാസയ്ക്കുള്ളിൽ ഒരു ആക്രമണം നടത്താതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ഞാൻ മിഡിൽ ഈസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇനിയിപ്പോ അടുത്ത് ഇന്ത്യക്ക് താരിഫ് തരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈ ലെവൽ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ഒരു ടീം അമേരിക്കയിലുണ്ട്. അവരിതിന്റെ നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇന്ത്യയിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഇപ്പൊ നരേന്ദ്രമോദിയുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ പോലും റെസ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ചില പക്ക ബിസിനസ് മെന്റാലിറ്റിയോടുകൂടി ഇന്ത്യയെ അപ്രോച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ ബിസിനസ്, അവിടെ വലിയൊരു ഡയസ്പറ ഉണ്ട്. അയാൾക്കറിയാം അടുത്ത ഇലക്ഷനിൽ അയാൾ നിൽക്കാൻ പോകുന്നില്ല, കാരണം അയാൾക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ല. കാരണം ഇത് അയാളുടെ സെക്കൻഡ് ടേം ആണ്. അപ്പൊ ഇതോടുകൂടി ഒരു അമേരിക്കയിൽ 4-8 വർഷം മാത്രമേ ഒരു വ്യക്തിക്ക് ഭരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ഉറപ്പായിട്ട് അറിയാം. അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. എനിവേ ടോട്ടലി കംപ്ലീറ്റ്ലി ഇനി റഷ്യ എടുത്ത് ഒരു ആയുധങ്ങൾ മേടിക്കാൻ പാടില്ല. ഇനി കംപ്ലീറ്റ് ആയുധങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് മേടിക്കണം. ഇതാണ് നമ്പർ 1 കണ്ടീഷൻ. രണ്ടാമത്, അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെയും നമ്മൾ തീരുവ കുറയ്ക്കണം മാത്രമല്ല മാക്സിമം അങ്ങ് ലോവസ്റ്റ് ആക്കി കൊടുക്കുക. ഈ 15% ഇലക്ട്രിക് വെഹിക്കിളിന് വെച്ചിരിക്കുന്ന ആ ഒരു താരിഫ് പോലും അയാൾക്ക് പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ പറയാതെ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ബ്രിക്സുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഡീഡോളറൈസേഷൻ. അത് ബ്രിക്സ് എന്ന് പറഞ്ഞുള്ള ഒരു വാക്ക് ഇത്തവണ എടുത്തു പറഞ്ഞിട്ടില്ല. ഡീഡോളറൈസേഷൻ പദ്ധതി ഏത് മുഖേനയും, അതായത് ഏത് വിധേനയും നിങ്ങൾ ഡീഡോളറൈസേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതായത് അപ്പൊ ഇയാൾ പറയുന്ന വെച്ചാൽ ഒരു രീതിയിലുള്ള കറൻസിയും നമ്മൾ ഇന്ത്യൻ റുപ്പി ട്രേഡ് ചെയ്യാൻ പാടില്ല. അതാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഇത് വളരെ വളരെ ഡീപ്പ് റൂട്ടിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നല്ല രീതിയിൽ ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. കാരണം ട്രംപ് ഇങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് നമ്മൾ ചാടിക്കേറി താരിഫ്സ് എല്ലാം ഇങ്ങനെ കുറച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വളരെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. കാര്യം ഇയാളൊരു 4 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും. ഇന്ത്യക്കുള്ളിലുള്ള കമ്പനികളൊക്കെ അവതാളത്തിലാവും. കാരണം ഈ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മൊത്തം ഡയറക്റ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആയിട്ട് ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് അമേരിക്കൻ കമ്പനിയും ഏത് ഫോറിൻ കമ്പനിയാണ് ഇന്ത്യക്ക് ഉള്ളിൽ വന്ന് ഒരു കമ്പനി ഇടാൻ പോകുന്നത്? പിന്നെ നമ്മൾ എല്ലാ കാലത്തും ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നമ്മൾ ജീവിക്കേണ്ടി വരും. നമ്മളുടെ സ്വയം പര്യാപ്തത അത് ഇല്ലാതാവും, അത്രേ ഉള്ളൂ. അപ്പൊ അതായത് നമ്മളുടെ ഗവൺമെന്റിന്റെ പദ്ധതികൾ എന്താണോ, നമ്മളുടെ ഗവൺമെന്റിന്റെ ഫോക്കസ് എന്താണോ, നമ്മളുടെ 2047 എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് ചലിക്കുന്നത്, അതിനെ കുറച്ച് പിന്നോട്ട് വലിച്ച് തടഞ്ഞു നിർത്താനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് പല US ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഞാൻ പറയുന്നത് US പെർസ്പെക്റ്റീവിലല്ല, നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, US ഒരു ഡെവലപ്ഡ് നേഷനാണ്, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷനാണ്. ഈ രണ്ടും വലിയ വ്യത്യാസമുണ്ട്. ഈ രണ്ട് വലിയ വ്യത്യാസം മറന്നിട്ടാണ് ട്രംപ് പറയുന്നത് വളരെ ശരിയല്ലേ. ഹാർലി ഡേവിഡ്സന്റെ താരിഫ് ഒക്കെയാണ് ആൾക്കാർ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. ഹാർലി ഡേവിഡ്സനൊക്കെ എത്ര ആൾക്കാരുടെ അടുത്തുണ്ട് കേരളത്തിൽ? എത്ര ആൾക്കാർ ഇത് പോയി പർച്ചേസ് ചെയ്യുന്നുണ്ട്? അതുകൊണ്ട് അതൊക്കെ പൈസയുള്ള ആൾക്കാർ അതൊക്കെ ചെയ്യുന്ന വിഷയങ്ങളാണ് ഈ ഒരു ഹാർലി ഡേവിഡ്സനൊക്കെ. നമ്മൾ എപ്പോഴും മേജർ ആയിട്ടുള്ള സൊസൈറ്റി ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. അല്ലാതെ എപ്പോഴും ഒരു ഹൈ ലെവലിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ എബോ മിഡിൽ ക്ലാസ്സിൽ പോയിട്ട് ഹാർലി ഡേവിഡ്സൺ ഒക്കെ മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഹാർലി ഡേവിഡ്സനെ ഡിപ്പെൻഡ് ചെയ്താണോ നമ്മളുടെ ഫുഡ് ഇൻഡസ്ട്രിയും അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയും ഫാർമസ്യൂട്ടിക്കലും IT ഇൻഡസ്ട്രിയൊക്കെ ചലിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അഭിപ്രായങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിലയുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡ് ആയിട്ട് ചിന്തിക്കണം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോ 2-3 ദിവസം കൊണ്ട് നടത്തിയ ഒരു സ്റ്റഡിയിൽ ഇന്ത്യയിൽ നിന്ന് കയറി പോകുന്ന സാധനങ്ങൾക്ക്, അതായത് ഇന്ത്യ അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് ഇപ്പൊ താരിഫ് അപ്ലൈ ചെയ്താൽ തന്നെയും നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല എന്നാണ് തോന്നുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, അമേരിക്കയുടെ ഉള്ളിൽ ഡോളറിന്റെ ഒരു മൂല്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ട്രംപ് താരിഫ് ഇട്ടാൽ തന്നെയും
കാനഡ, മെക്സിക്കോ അതുപോലത്തെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന സാധനങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് വില കുറവ് തന്നെയായിരിക്കും. സ്റ്റിൽ ട്രംപ് ഇപ്പൊ 100% താരിഫ് ഇട്ടാൽ പോലും ചില പ്രോഡക്റ്റ് ഒക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിനേക്കാളും വില കുറവ് തന്നെയായിരിക്കും ഇന്ത്യൻ പ്രോഡക്റ്റിന്. ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പോയി കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രീതിയിലുള്ള പോളിസീസ് ഒക്കെ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫോക്കസ് മാറും. ഇന്ത്യയുടെ ആ ഒരു 2047 എന്ന് പറഞ്ഞ വിഷന് വലിയ തടസ്സം നേരിടേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത്. അപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ട്രംപ് പറയുന്നത് ശരിയല്ലേ, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്ന സാധനങ്ങൾക്ക് മാത്രം താരിഫ് ഉണ്ട്, 100% താരിഫ് ഉണ്ട്. ഉണ്ട്, യെസ് ഉണ്ട്. നമ്മുടെ രാജ്യം ഡെവലപ്പിംഗ് ആണ്. ഇവിടെ ഒരുപാട് കമ്പനികൾ വരേണ്ടതുണ്ട്. ഒരുപാട് ഫോറിൻ കമ്പനികൾ ഇവിടെ വന്നിട്ട് ബിസിനസ് തുടങ്ങേണ്ടതുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടേണ്ടതുണ്ട്. ഇത് ഡെവലപ്പിംഗ് നേഷൻ ആണ്, അല്ലാതെ ഡെവലപ്ഡ് നേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സംസാരിക്കരുത്. അവിടെ എപ്പോഴും അമേരിക്കയും ഇന്ത്യയും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ താരിഫ് ഇടുന്നു അതുകൊണ്ട് നിങ്ങൾ താരിഫ് ഇടുന്നു അതുകൊണ്ട് ഞങ്ങൾ താരിഫ് ഇടുന്നു, അങ്ങനെയല്ല. ഇന്ത്യ താരിഫ് ചാർജ് ചെയ്യുന്നു അതുകൊണ്ട് അമേരിക്ക താരിഫ് ചാർജ് ചെയ്യും. അത് ഒരിക്കലും വർക്ക് ആവില്ല. കാരണം നിങ്ങളൊരു ഡെവലപ്ഡ് നേഷനാണ്. ഇത് പല രാജ്യങ്ങൾ, ഇപ്പൊ അമേരിക്ക എന്തുകൊണ്ടാണ് ഈ താരിഫ് ഒക്കെ ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോയത്? കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കൊരു സോഫ്റ്റ് പവറും ഒരു സോഫ്റ്റ് ഇൻഫ്ലുവൻസും വേണം എല്ലാ രാജ്യങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് അവര് ഒരു ഹൈ ലെവൽ മൂല്യമുള്ള ഒരു കറൻസി അവർ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്നത് അവരുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതവർ പല രാജ്യങ്ങൾക്കും ആയുധം വിൽക്കുന്നതിലൂടെയും, കാരണം അവരാണല്ലോ ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ. അപ്പൊ ആ രീതിയിൽ ആയുധം വിൽക്കുന്നതിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെ അവർ റവന്യൂ കണ്ടെത്തും. അതിന് ഈ ഒരു ഫുഡ് പ്രോഡക്റ്റിന് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ റെസിപ്രോക്കൽ താരിഫ് ഇട്ടുകൊണ്ട് ആൾക്കാരെ വീർപ്പ് മുട്ടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അതിന് കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്ത് വരും. മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്ത്യയുടെ ഒരു പ്രൈസ് മോഡ് അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ അതിനകത്ത് കുറച്ചുകൂടെ സർവൈവ് ചെയ്ത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഈ താരിഫ് അപ്ലൈ ചെയ്താൽ തന്നെയും 25, 35, 50 അപ്ലൈ ചെയ്താൽ തന്നെയും സ്റ്റിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് അമേരിക്കയുടെ ഉള്ളിൽ വില കുറഞ്ഞു തന്നെ ഇരിക്കും. കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വില കുറവായിട്ട് തന്നെ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.